Hello everyone, welcome to Franklin's Lectures. I am Fahim. So, ഇന്ന് നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിലെ പേപ്പറായ ഇൻട്രൊഡക്ഷൻസ് ടു ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസസ് ആൻഡ് ലൈഫ് സയൻസസ്. സോ ഈ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കിടക്കാം. സോ കോഴ്സ് ഡീറ്റെയിൽസ് വരുമ്പോൾ കോഴ്സ് കോഡ് നമുക്ക് വരുന്നത് GZ PhD 121. ദെൻ സെമിസ്റ്റർ 1 നിങ്ങൾ കെമിസ്ട്രി പഠിച്ചവരാണ്, അപ്പോൾ കെമിസ്ട്രിന്റെ അതേ ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഇവിടെയും വരിക മാർക്സിന്റെ കേസിലൊക്കെ. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിൽ നിങ്ങൾക്ക് 40 മാർക്കും ആൻഡ് എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 60 മാർക്കുമാണ് വരുന്നത്. ക്രെഡിറ്റ്സ് ഓൾറെഡി 4 ആണുള്ളത് ഈ പേപ്പറിന്. ദെൻ എക്സാം അവേഴ്സ് ആസ് യൂഷ്വൽ 2 hours 30 minutes ആയിരിക്കും. ദെൻ പ്രീ റെക്വിസിറ്റ്സ് ആയിട്ട് ഇതിന് ഒന്നും വേണ്ട, നമുക്ക് ബേസിക്സ് ഫിസിക്സ് അറിയണം എന്നുള്ളൂ. നമ്മൾ ഓൾറെഡി +2 പഠിച്ചു വന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതും സിമ്പിൾ ആയിക്കാണ്ട് നമ്മളെല്ലാവരും ഡീറ്റെയിൽ ആയിക്കാണ്ട് നമ്മൾ ആവശ്യമില്ല എല്ലാ കോൺസെപ്റ്റ്സും ഡീറ്റെയിൽ ആയി തന്നെ പറയും. സോ ഡോണ്ട് വറി. ദെൻ കോഴ്സ് ടൈപ്പ് വരുമ്പോൾ നമുക്ക് തിയറി പ്ലസ് ലാബ് ആണ്. സോ ഈ ലാബ് വരുന്നത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിലാണ് ലാബ് ഉൾപ്പെടുക. ആൻഡ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പക്കാ തിയറി എക്സാം ആയിരിക്കും. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് മാർക്സിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് നോക്കാം. സോ ഇതിൽ അറ്റൻഡൻസ് ഒബ്വിയസ്ലി 5 നമ്മൾ എപ്പോഴും മാർക്സ് കൊടുക്കുന്നതാണ്. ദെൻ കണ്ടിന്യൂസ് അസസ്മെന്റ് ആയിട്ട് 10. ഇന്റേണൽ എക്സാംസ് അല്ലെങ്കിൽ സീരീസ് എക്സാംസ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് 2 എണ്ണം, ദാറ്റ് ഇസ് ഇന്റേണൽ എക്സാം 1 and 2. ദെൻ ലാബ് എക്സാം ആയിട്ട് ഇന്റേണൽ എക്സാമിനേഷൻ 3 വരും. സോ അതിൽ തന്നെ എന്താണ്, ഇന്റേണൽ എക്സാമിനേഷൻ റിട്ടേൺ ആണെങ്കിൽ 10 മാർക്കും ആൻഡ് ലാബ് എക്സാമിനേഷൻ 5 മാർക്കാണ്. ദെൻ ഒബ്വിയസ്ലി ടോട്ടൽ ഇസ് 40. That is already discussed. Then moving on to end semester examination നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ S1 എഴുതിങ്ങാണ്ട് ഫെമിലിയർ ആണ്, എന്നാലും നമുക്ക് പറയാം. സോ നമുക്ക് 2 പാർട്ടാണുള്ളത്, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് ബി എയിൽ എന്താണ് പ്രശ്നം വരുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ആൻഡ് പാർട്ട് ബിയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 1 മാത്രം ആൻസർ ചെയ്താൽ മതി. സോ അതാണ് മോഡൽ. അത് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്, ജസ്റ്റ് സെയിം. ഓക്കെ, സോ പാർട്ട് എയിൽ വീണ്ടും പറയാണ് 2 questions എല്ലാ മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവും ആൻഡ് ടോട്ടൽ ഓഫ് 8 questions. അപ്പൊ ടോട്ടൽ 8 questions ഉണ്ടാവും. സോ ആൻഡ് ഓൾ ഈച്ച് ക്വസ്റ്റ്യൻസ് വിൽ ക്യാരി 3 marks. സോ 8 into 4 24 marks ആണ് പാർട്ട് എയിൽ ഉണ്ടാവുക. സോ ഓൾവേസ് റിമെമ്പർ, പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാ മൊഡ്യൂളിൽ നിന്നും 2 questions വരും. സോ make sure that you attend all the questions. Then part B യിൽ വരുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ക്വസ്റ്റ്യന് 9 marks ആണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് എത്ര മൊഡ്യൂൾ ഉണ്ടോ അത് ഡിസ്റ്റിങ്ഷൻ ആയിങ്ങാണ്ട് അതിൽ 2 questions ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് ഒരു 9 മാർക്കാണ്. സോ 4 മൊഡ്യൂൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. സോ 4 into 9 36 marks. സോ 36 plus 24 നിങ്ങൾക്ക് ടോട്ടൽ 60 ആണ് വരുന്നത്. സോ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷനിൽ അങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ വരുന്നത് മാർക്സിന്റെ. ദെൻ മൂവിങ് ഓൺ ടു ദി സിലബസ്, നമുക്ക് 4 മൊഡ്യൂൾ ആണുള്ളത്. സോ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് വരുന്നത് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. സോ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. സോ ഒബ്വിയസ്ലി എന്താണ്, 2 പാർട്ടായിട്ടാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ലേസർ ഫസ്റ്റ് ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് സെക്കൻഡ്. ആ ലേസറിൽ തന്നെ നമുക്ക് ഒരു സബ് പാർട്ടായിട്ട് 2 എണ്ണം പറയാം ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് ഓൾസോ സബ് പാർട്ടായിട്ട് 2 എണ്ണം പറയാം. സോ ലേസറിൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്, ഒപ്റ്റിക്കൽ പ്രോസസ്സസ്. ഒപ്റ്റിക്കൽ പ്രോസസ്സ് 3 ടൈപ്പാണ്: അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ്. പിന്നെ നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലേസേഴ്സ്, എങ്ങനെയാണ് ലേസേഴ്സ് ഇതാക്കുന്നത്. സോ അതിന്റെ കണ്ടീഷൻസ്, ദെൻ അതിൽ വരുന്ന മെക്കാനിസംസ്, ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിംഗ് മെക്കാനിസം, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ്. സോ ഇതൊക്കെയാണ് എന്താണ് ലേസറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആ മൊഡ്യൂളിന്റെ സബ് പാർട്ടായിട്ട്. പിന്നെ അതിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് എന്താണ്, നമ്മൾ കമ്പോണൻസ് ഓഫ് ലേസർ, എങ്ങനെയാണ് ഒരു ബേസിക് കമ്പോണൻസ് ആയിട്ട് ഇതാക്കുന്നത്. അതിൽ ആക്റ്റീവ് മീഡിയം ഉണ്ട്, ഒപ്റ്റിക്കൽ റെസൊണന്റ് ക്യാവിറ്റി ഉണ്ട്, അതാണ് മെയിൻ ആയിട്ട് കമ്പോണൻസ് വരുന്നത്. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻസിലേക്ക് ലൈക്ക് ടൈപ്സ് ഓഫ് ലേസേഴ്സ് പഠിക്കുകയാണ്. സോ നമ്മൾ ഈ മൊഡ്യൂളിൽ ബേസിക്കലി റൂബി ലേസർ, CO2 ലേസർ ആൻഡ് സെമി കണ്ടക്ടർ ലേസർ. സോ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പഠിക്കും. സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് വരിക. എല്ലാത്തിലും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് കൂടുതൽ വരിക. ദെൻ ലാസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ലേസർ കൂടി പഠിച്ചാൽ എന്താണ്, ലാസ്റ്റ് പ്രോപ്പർട്ടീസ്, ലേസറിന്റെ എല്ലാ ലേസേഴ്സിന്റെയും ജനറൽ ആയി വരുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ലേസർ. സോ ഇതാണ് ആ മൊഡ്യൂളിൽ ലൈക്ക് ആ ഒരു പാർട്ട് ലേസർ എന്നുള്ള ഹോൾ പാർട്ടിൽ വരുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ഒപ്റ്റിക് ഫൈബർ. ഒപ്റ്റിക് ഫൈബറിന്റെ കേസിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, എങ്ങനെയാണ് ഒപ്റ്റിക് ഫൈബറിൽ എങ്ങനെയാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് നമ്മൾ 2 ഇതായിട്ട് പഠിക്കുന്നുണ്ട്. അത് സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡ് ഇൻഡെക്സ് ഒരു ടൈപ്പും ആൻഡ് മൾട്ടിമോഡ് ആൻഡ് സിംഗിൾ മോഡ് ഫൈബേഴ്സും അങ്ങനെയാണ് വരുന്നത്. ദെൻ ഒപ്റ്റിക് ഫൈബറിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത് അതിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് അക്സെപ്റ്റൻസ് ആംഗിൾസ്, ന്യൂമറിക്കൽ അപ്പറേച്ചർ. ന്യൂമറിക്കൽ അപ്പറേച്ചറിന് നമുക്ക്
എന്താണ് ഡെറിവേഷൻ വരുന്നുണ്ട്. ദെൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വരും. അപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാനുണ്ട്. സോ ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത പറഞ്ഞാല് ഫസ്റ്റ് പാർട്ട് ലേസർ പക്ക തിയറി പോർഷൻ ആണ്. ബട്ട് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം നമുക്ക് പ്രോസസ്സ് മനസ്സിലായിക്കാണ്ട് ഡയഗ്രാംസ് എല്ലാം ഇതാക്കാൻ പറ്റും. നമ്മൾ ഒപ്റ്റിക്സിന്റെ ഇപ്പം നമ്മൾ +2 പഠിച്ച ഒപ്റ്റിക്സിന്റെ പോലെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ എല്ലാം മനസ്സിലാവും. സോ ഡയഗ്രാംസ് വെച്ചും കണ്ട് പഠിക്കുക, പ്രോപ്പറായിട്ട് പോയിന്റ്സ് വെച്ച് പഠിക്കുക, കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കേസിൽ വരികയാണെങ്കിലും സിമിലർ ആണ്. ഡയഗ്രാംസ് വെച്ച് കാണാൻ പഠിക്കുന്നത്. പക്ഷെ ഒപ്റ്റിക്കൽ ഫൈബറിൽ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാം, ചാൻസ് ഉണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചാൻസ് ഉണ്ട്. സോ അത് മിക്കതും വരാന്ന് പറഞ്ഞാൽ ഈ ന്യൂമറിക്കൽ അപ്രീസിയർ കാണാൻ, അക്സെപ്റ്റൻസ് ആംഗിൾ കാണാൻ. സോ ഈ അക്സെപ്റ്റൻസ് ആംഗിളും ന്യൂമറിക്കൽ അപ്രീസിയറിന്റെ ഒക്കെ ന്യൂമറിക്കൽസ് വരാം. സോ ന്യൂമറിക്കൽസ് വരാം. പക്ഷെ ലേസറിൽ നമുക്ക് ന്യൂമറിക്കൽസ് ഇല്ല, പക്ക തിയറി പോർഷൻ ആണ്. സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ ആണ്. സോ ഒബ്വിയസ്ലി ഇന്റർഫറൻസ് ഒരു പാർട്ട്, ഡിഫ്രാക്ഷൻ ഒരു പാർട്ട്. സോ ഇന്റർഫറൻസിൽ തന്നെ നമുക്ക് എന്താണ് ഫസ്റ്റ് എങ്ങനെയാണ് ഇന്റർഫറൻസ് വരുന്നത്. സോ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ പഠിക്കും. ദെൻ ടൈപ്സ് ഓഫ് ഇന്റർഫറൻസ്, ദാറ്റ് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും. സോ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ദെൻ ഇന്റർഫറൻസിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ്, ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ പാത്ത്, അതിൽ തന്നെ ഫേസ് ഡിഫറൻസ് എന്താണ്, പാത്ത് ഡിഫറൻസ് എന്താണ്. ദെൻ നമ്മൾ ഇന്റർഫറൻസിന്റെ ഒരു ലോ പഠിക്കും, ദാറ്റ് ഈസ് കൊസൈൻ ലോ. അതിൽ തന്നെ റിഫ്ലക്റ്റഡ് സിസ്റ്റം ആൻഡ് കൊസൈൻ ലോന്റെ എങ്ങനെയാണ് കണ്ടീഷൻ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിനും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിനും വരുന്നതെന്ന് പഠിക്കും. ദെൻ ഇൻട്രൊഡക്ഷൻ, ലൈക്ക് ഇന്റർഫറൻസിന്റെ ബാക്കിയായിട്ട് തന്നെ എന്താണ് ആപ്ലിക്കേഷൻസ് ബേസിക്കലി. സോ കളർ ഇൻ തിൻ ഫിലിംസ് ഇന്റർഫറൻസിന്റെ അപ്പിയറൻസ് ആപ്ലിക്കേഷൻ ആണ്. ദെൻ ന്യൂട്ടൺസ് റിംഗ് നിങ്ങൾ ലാബും ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. സോ ന്യൂട്ടൺസ് റിംഗിൽ അതിലെങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ട്രാൻസ്പാരന്റ് ലിക്വിഡും അതിന്റെ വേവ് ലെങ്ത് നമ്മൾ ഇതാക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് ഇത് പറഞ്ഞാൽ എയർബെഡ്ജും നിങ്ങൾ ലാബിൽ ചെയ്യുന്നതായിരിക്കും. അതിലും എന്താണ് നമ്മൾ തിൻ ഷീറ്റ്സിന്റെ മെഷർമെന്റ് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർഫറൻസ് ആണ് ചെയ്യുന്നത്. ദെൻ മൂവിംഗ് ഓൺ ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി മൊഡ്യൂൾ 2, ദാറ്റ് ഈസ് ഡിഫ്രാക്ഷൻ. ടു ഡിഫ്രാക്ഷനിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ, പിന്നെ സിംഗിൾ സ്ലിറ്റും അതേപോലെ ഡിഫ്രാക്ഷൻ റേറ്റിംഗും. സോ സിംഗിൾ സ്ലിറ്റിന്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ടാവും. ദെൻ ഡിഫ്രാക്ഷൻ റേറ്റിംഗിൽ അതെങ്ങനെ കൺസ്ട്രക്ഷൻ, അതിന്റെ ഇക്വേഷൻ, ദെൻ ഡിസ്പെർസീവ് പവറും റിസോൾവിംഗ് പവറും. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് നമുക്ക് ഡെറിവേഷൻ വേണ്ട. സോ ഡിസ്പെർസീവ് ആൻഡ് റിസോൾവിംഗ് പവറിൽ നമുക്ക് ഡെറിവേഷൻ ഇല്ല, പക്ഷെ ഇക്വേഷൻസ് പഠിക്കണം. ഇക്വേഷൻസ് ക്വാളിറ്റേറ്റീവ് വരുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്, ബട്ട് അത് ഡെറൈവ് ചെയ്യാൻ വരില്ല. ഇതിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ന്യൂമറിക്കൽസ് വരുന്ന പാർട്ട് തന്നെയാണ്. ഇതിൽ ന്യൂമറിക്കൽസ് വരാറുണ്ട്. ബട്ട് ന്യൂമറിക്കൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഒരു ബേസിക് ഇക്വേഷൻസ് ആൻഡ് ടൈപ്പ് ഓഫ് നോർമാലിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയി സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഈ മൊഡ്യൂളിൽ. തേർഡ് മൊഡ്യൂൾ പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഇൻ ദ വേൾഡ്, ബട്ട് ഇറ്റ്സ് കോംപ്ലെക്സ് എന്ന് പറയാനല്ല, ഈ എന്താ പറയുക മനസ്സിലാവാൻ ഈസിയാണ്, പക്ഷെ അത് വലിയൊരു സംഭവമാക്കാൻ ഒരു കാര്യമില്ല. സോ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത് മനസ്സിലാക്കാം. സോ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറയും എന്താണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് അതിന്റെ ഒരു ഹിസ്റ്ററി വരുന്നത് എന്നൊക്കെ പറയും. ദെൻ കോൺസെപ്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് കോൺജുഗേറ്റ് ഒബ്സർവബിൾസ്, അതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് മാത്രമേ നമ്മൾ പറയുള്ളൂ. പിന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതിന്റെ സ്റ്റേറ്റ്മെന്റും അതേപോലെ അതിന്റെ ഇക്വേഷനും അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ദെൻ അതിന്റെ ആപ്ലിക്കേഷൻ ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസും പിന്നെ നാച്ചുറൽ ലൈൻ മോഡലിംഗ്, ഈ രണ്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കും. ദെൻ വേവ് ഫംഗ്ഷനിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ മെയിൻ പാരാമീറ്റർ ആയ വേവ് ഫംഗ്ഷൻ എന്ന് പറ്റി പറയുന്നത്. വേവ് ഫംഗ്ഷൻ എന്താണ്, നമുക്ക് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു മെയിൻ പാരാമീറ്റർ ആണ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരാമീറ്റർ ആണ്. വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പറയാറ്. സോ വേവ് ഫംഗ്ഷൻ ആണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ. സോ വേവ് ഫംഗ്ഷനിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഫോർമുലേഷൻ ഓഫ് ടൈം ഡിപെൻഡന്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ഫണ്ടമെന്റൽ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ഫോർമുലേഷൻ എങ്ങനെയാണ് പഠിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, പഠിക്കാൻ നല്ല രസമായിരിക്കും. ദെൻ ഇതിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ പോലെ നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ 1 dimensional ബോക്സ് പറയും ആൻഡ് ഡെറിവേഷൻ ഓഫ് അതിൽ തന്നെ ഡെറിവേഷൻ ഓഫ് എനർജി ഐഗൻ വാല്യൂസ് ആൻഡ് നോർമലൈസ് വേവ് ഫംഗ്ഷൻ ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയും. സോ പഠിക്കും. സോ ഇതാണ് இந்த ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലും ബേസിക് ന്യൂമറിക്കൽസ് വരാം. നമ്മളെ എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇൻ വൺ ബോക്സ് ആ സ്ഥലത്ത് നിന്ന് നമുക്ക് പക്ക ഡെറിവേഷൻ പോലത്തെ അല്ലെങ്കിൽ തിയറി പോർഷൻസ് ആണ് ലൈക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ബട്ട് നമുക്ക് സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. സോ എക്സ്പെക്ട് ദാറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ
very new thing to you, but it's a very interesting thing. So I hope everyone like നമുക്ക് എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്ത് കണ്ടിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ലാസ്റ്റ് നമ്മുടെ മൊഡ്യൂൾ 4 ആയി വരുന്നത് വേവ്സ് ആൻഡ് അക്കൂസ്റ്റിക്സ് ആണ്. സോ വേവ്സ് ആൻഡ് അക്കൂസ്റ്റിക്സ് നമുക്ക് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ വേവ്സ് ഉണ്ട്, അക്കൂസ്റ്റിക്സ് ഉണ്ട്, പിന്നെ അൾട്രാസോണിക്സ് ഉണ്ട്. സോ വേവ്സിൽ നമുക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ്, ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്, പിന്നെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ടൈം പീരിയഡ്, ഇതിന്റെയൊക്കെ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇക്വേഷൻസ് ആവശ്യമുണ്ട്, പക്ഷെ ഡെറിവേഷന്റെ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അത് എങ്ങനെയാണ് വരുന്നത് അത് ആവശ്യമില്ല. ജസ്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് വേവ്സിന്റെ തന്നെ ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ് എങ്ങനെയാണ് ഇതാക്കുന്നത്. അപ്പൊ അതിലൊരു ലൈക്ക് അപ്ലിക്കേഷനുകളിലാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഇൻ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. സ്ട്രെച്ച്ഡ് സ്ട്രിംഗിൽ എങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. സോ ആ ട്രാൻസ്വേഴ്സ് വൈബ്രേഷന്റെ വെലോസിറ്റി എന്തായിരിക്കും, ഫ്രീക്വൻസി എന്തായിരിക്കും നമ്മൾ പഠിക്കും. ആൻഡ് അതിലുണ്ടാവുന്ന എന്തൊക്കെയാണ് ലോസ്, ബേസിക് 3 ലോസ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ പഠിക്കും. സോ ഈ ഒരു മൊത്തം മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ടോപ്പിക് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ കമ്മിങ് ടു അക്കൂസ്റ്റിക്സ് നമുക്ക് എന്താണ് റിവർബറേഷൻ, എന്താണ് എക്കോ, അത് നമ്മൾ പഠിക്കും. റിവർബറേഷൻ എന്താണ്, എക്കോ എന്താണ് പഠിക്കും, അതിന്റെ കമ്പാരിസൺ നമ്മൾ പഠിക്കും. ദെൻ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് റിവർബറേഷന്റെ ഒരു ഫാക്ടർ ആണ്. സോ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഫാക്ടേഴ്സ് എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കും. ദെൻ അതിനെ ബേസ് ചെയ്ത് കാണാൻ സെബീൻസ് ഫോർമുല അത് കണ്ടിട്ട് നമ്മൾ പഠിക്കും. അതിന്റെ ഇക്വേഷൻ മാത്രമേ പഠിക്കുള്ളൂ, അതിന്റെ ഡെറിവേഷൻ അതൊന്നും ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് എങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിനെ അക്കൂസ്റ്റിക്സ് എഫക്ട് ചെയ്യാന്നില്ല, അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കും. ഓക്കെ, അതാണ് ഇത്. മൂവിങ് ഓൺ ടു അൾട്രാസോണിക്സ്. നമ്മൾ ലാസ്റ്റ് നമ്മൾ 3 പോർഷൻ ആയിട്ടാണ്, വേവ്സ്, അക്കൂസ്റ്റിക്സ്, അൾട്രാസോണിക്സ്. സോ അൾട്രാസോണിക്സിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് അൾട്രാസോണിക്സ് എന്താണെന്നൊക്കെ നമ്മൾ ഇതാക്കും. ജസ്റ്റ് എന്നിട്ട് പ്രൊഡക്ഷനെ പറ്റിയാണ്. പ്രൊഡക്ഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ പീസോ ഇലക്ട്രിക് ഓസിലേറ്ററിനെ പറ്റി പറയും. എന്നിട്ട് അൾട്രാസോണിക് റിഫ്ലാക്ടോമീറ്റർ, ദെൻ അതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ടാണ് സോണാർ, NDT മീൻസ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. സോ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് പൾസ് എക്കോ മെത്തേഡ് പറഞ്ഞൊരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. ഇതൊക്കെ ഒരു അപ്ലിക്കേഷൻ ആണ്. ദെൻ മെഡിക്കൽ അപ്ലിക്കേഷൻസ് ഓൾസോ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്ലിക്കേഷൻ. സോ ഈ മൊഡ്യൂളിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഈ മൊഡ്യൂളിൽ നമ്മൾ ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ സ്ട്രെച്ച് സ്ട്രിംഗ്, അതിൽ ഡെറിവേഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി, അപ്പം ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അക്കൂസ്റ്റിക്സ് ആൻഡ് അക്കൂസ്റ്റിക്സിന്റെ കേസിൽ നമുക്ക് സെബീൻസ് ഫോർമുല വെച്ചെങ്ങാണ്ട് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ റിവർബറേഷൻ ടൈമിന്റെ ഇക്വേഷൻ വെച്ചെങ്ങാണ്ട് ക്വസ്റ്റ്യൻസ് വരാം. ബട്ട് അൾട്രാസോണിക്കിലേക്ക് പോകുമ്പോൾ അൾട്രാസോണിക്സിൽ ഡെറിവേഷന്റെ ഇതൊന്നുമില്ല. സോ ഡെറിവേഷൻ അല്ല, പക്ക തിയറിയാണ്. പക്ഷെ തിയറി നമുക്ക് അഗെയിൻ നമ്മൾ എന്താണ് പോയിന്റ് വൈസ് പഠിച്ച് പോയാൽ മതി, മനസ്സിലാക്കി പോവുക. നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ കാര്യം കിട്ടും. നമുക്ക് ഒന്നും ലൈക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടതൊന്നും കാണാൻ പഠിക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ മൊഡ്യൂൾ 4 ഇതാണ്. സോ ദീസ് ആർ ദ 4 modules, the entire syllabus. Then നമ്മൾ കമ്മിങ് ടു എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? സോ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഓരോന്നും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ കേസിൽ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സിന്റെ കേസിൽ എന്താണ് ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ഈവൻ ഇന്റർനെറ്റ് ലൈക്ക് ലാൻഡ് കണക്ഷൻ വൈഫൈ കണക്ഷൻ ഒക്കെ ഇപ്പോൾ ഫൈബർ ഒപ്റ്റിക് കേബിൾ വെച്ചുകൊണ്ടാണ് ഇതാക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി ലൈക്ക് എഫിഷ്യന്റ് ആൻഡ് സ്പീഡ് ഒക്കെ വളരെ കൂടുതലാണ് നോർമൽ മെത്തേഡ്സ്, കൺവെൻഷണൽ മെത്തേഡ്സിന് കണക്ക് കൂട്ടുമ്പോൾ. ദെൻ ലേസർ മാനുഫാക്ചറിങ്, അത് നമുക്കൊരു ഇതാണ്. ലേസർ മാനുഫാക്ചറിങ് നമുക്ക് കുറെ ആവശ്യങ്ങളില്ല, കുറെ ഫീൽഡിൽ ആവശ്യമുള്ളതാണ്. ദെൻ മെഡിക്കൽ ലേസേഴ്സ് നമുക്കറിയാം നമ്മുടെ എന്താണ് ഒപ്താൽമോളജി, ഫോർ എക്സാമ്പിൾ ലേസിക് സർജറി ഒക്കെ എന്താണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ദെൻ സെൻസിങ് ആൻഡ് ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ ഈ ബ്രിഡ്ജിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് പ്രോപ്പർ ആണോ എന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അതിനൊക്കെ കറക്റ്റ് സെൻസേഴ്സ് വെക്കും. പിന്നെ നമ്മൾ എന്താണ് സെക്യൂരിറ്റി സെൻസേഴ്സ് വെക്കുന്നതാണ്. സോ അതൊക്കെ ലേസറാണ് ഇപ്പോൾ ഇതാക്കുന്നത്. അതിൽ ഫൈബർ ഒപ്റ്റിക്സും വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 2 നമുക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. അതിൽ എന്താണ് ഫസ്റ്റ് പറഞ്ഞാൽ ഫോട്ടോലിത്തോഗ്രാഫി പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. നിങ്ങൾ പഠിക്കുന്ന ഐ സി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് സെമി കണ്ടക്ടർ ഫോട്ടോലിത്തോഗ്രാഫി. ദെൻ ഒപ്റ്റിക്കൽ കോർട്ടിക്സ് ആയിട്ട് അതിൽ ഉണ്ടാവും. പിന്നെ മെട്രോളജിയിൽ പ്രിസിഷൻ മെട്രോളജി ആയിട്ട് നമ്മൾ പ്രിസിഷൻ കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ പറയുമ്പോൾ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈഗോ, ഗ്രാവിറ്റേഷണൽ വേവ്സ് കണ്ടുപിടിച്ച ലൈഗോ എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് സത്യം പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾ ഇന്റർഫറൻസ് ആണ്. അതേപോലെ നമ്മുടെ ലാർജ് ഹൈഡ്രോജൻ കൊളൈഡർ, CERN ലാർജ് LHC, അതൊക്കെ ഇതിന്റെ ബേസിലാണ്.
മൊഡ്യൂൾ 3 വരുമ്പോൾ മൊഡ്യൂൾ 3 എന്താണ് നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ്. സോ ക്വാണ്ടം മെക്കാനിക്സിൽ നോക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അങ്ങനത്തെ ഇതിലൊക്കെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സോ ബേസിക്കലി സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കാട്ടിയും എന്താണ് സ്പീഡിൽ സോൾവ് ചെയ്യാൻ ലൈക്ക് പ്രോബ്ലംസ് ഡെയിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് അത് നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതൊരു എന്താണ് അപ്കമിങ് ഫീൽഡാണ്. ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീൽഡ്സ് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ. ഈവൻ ഇൻ ദ പ്രസന്റ് ഇറ്റ്സെൽഫ് പ്രസന്റ് നമുക്ക് അത് ആയി വരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ നാഷണൽ ക്വാണ്ടം മിഷൻ വരെ ഇപ്പോൾ അതിനായിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അതിന്റെ ബേസിക്സ് ആപ്ലിക്കേഷൻസിന്റെ ഡെവലപ്പിന് വേണ്ടി നമ്മളെ ഗവൺമെന്റ് ചെയ്തത്. സോ അതൊക്കെ ഉണ്ട്. ദെൻ സെമി കണ്ടക്ടർ ഡിവൈസസ് ക്വാണ്ടം മെക്കാനിക്സ് വെച്ചുകൊണ്ട് നമ്മൾ കുറെ നാനോ ബേസ്ഡും സെമി കണ്ടക്ടർ ഡിവൈസസും ഇതാക്കുന്നുണ്ട്, അതുണ്ട്. ദെൻ മെഡിക്കൽ ഇമേജിംഗ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് MRI ഇതിൽ ഉൾപ്പെടുത്താം. അങ്ങനത്തെ കുറെ ഇതൊക്കെ മെഡിക്കൽ ഇമേജിങ്ങിലൊക്കെ നമുക്ക് വരുന്നുണ്ട്, CT MRI ഒക്കെ. ദെൻ ക്വാണ്ടം സെൻസേഴ്സ് വരുന്നുണ്ട്. ലേസർ സെൻസേഴ്സ്, പ്ലേസിംഗ് സെൻസേഴ്സ് പോലെ തന്നെ ക്വാണ്ടം സെൻസേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ആപ്ലിക്കേഷനിൽ ഇതാണ്. ദെൻ ക്രിപ്റ്റോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ. ദെൻ ലാസ്റ്റ് വൺ വേവ്സ് ആൻഡ് അക്കൂസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ആർക്കിടെക്ചറൽ ഡിസൈനിൽ ഇപ്പം ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ അക്കൂസ്റ്റിക്സ് വെച്ചുകൊണ്ടാണ്. അതിൽ വേവ്സ് എല്ലാതും ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് NDT, അൾട്രാസോണിക് NDT ആണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഒരു മെറ്റീരിയല് നമ്മൾ അതിനെ ഡിസ്ട്രക്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ ഡിഫക്ട്സ് കണ്ടുപിടിക്കും വിത്തൗട്ട് എനി ഡാമേജ് ടു ദി മെറ്റീരിയൽ, അങ്ങനെ ഒരു ഇതാണ്. സോ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് സമയവും അതേപോലെ കാശും വളരെ സേവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത്. അത്രയും നല്ല യൂസ്ഫുൾ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അത്. ദെൻ മെഡിക്കൽ അൾട്രാസൗണ്ട്, വി ഓൾസോ സോണോഗ്രാം, അതേപോലെ മെഡിക്കൽ അൾട്രാസൗണ്ട് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ദെൻ സോണാർ നാവിഗേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെപ്ത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതൊക്കെയാണ് സോണാർ. ദെൻ എൻവയോൺമെന്റൽ ബേസിക് മോണിറ്ററിംഗും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഈ സെക്കൻഡ് സെമിസ്റ്ററിലെ പേപ്പർ, ദാറ്റ് ഈസ് ഫിസിക്സ് ഫോർ ഫിസിക്കൽ ആൻഡ് ലൈഫ് സയൻസിലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഈ ഒരു ഇത്രയും ആപ്ലിക്കേഷൻസിലെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളുടെ കോഴ്സ് പേപ്പർ അല്ലെങ്കിൽ സെക്കൻഡ് സെമിസ്റ്ററിലെ ഫിസിക്സ് ഫോർ ഫിസിക്കൽ ആൻഡ് ലൈഫ് സയൻസ് പേപ്പർ. നമ്മൾ കോഴ്സ് ഔട്ട്ലൈൻ പറഞ്ഞു, സബ്ജക്ട് കോഡ് GZ PhD 121. നമ്മൾ അതിന്റെ ബേസിക് സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു. ദെൻ ഓരോ മൊഡ്യൂൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അഗൈൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിൽ പഠിക്കുന്നത് ആൻഡ് എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ലൈക്ക് ആസ് എൻ എഞ്ചിനീയർ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് ഫിസിക്സ് അല്ലെങ്കിൽ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതെന്നില്ല. സോ അത് നമ്മൾ ഇതിൽ നോക്കി പഠിച്ചു, അതിൽ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ വീണ്ടും പറയാണ്, ഫിസിക്സ് നമുക്ക് എന്താ പറയുക ഉഷാറായി പഠിക്കാന്ന്. ഡെറിവേഷൻ ഒക്കെ അടിപൊളിയായിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കുന്നു. ന്യൂമറിക്കൽസ് നമ്മൾ അടിച്ചു പൊളിച്ച് ചെയ്യുന്നു. തിയറി ഒക്കെ നമ്മൾ എന്താണ് കസറുന്നു, പോയിന്റ്സ് പഠിച്ച് നമ്മൾ എന്താണ് കോൺസെപ്റ്റ് പഠിച്ചെങ്ങാണ്ട് പോയിന്റ്സ് എഴുതാൻ പഠിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.